So welcome back guys to one of my another video. Okay, so ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഡേ ആയിരിക്കും. ഓക്കെ, സോ ഞാനിപ്പോൾ ഇത് ടോപ്പ് സ്റ്റെപ്പിൻ്റെ ട്രേഡിംഗ് വീഡിയോ ആണുള്ളത്. ജസ്റ്റ് ഫോർ അച്ഛനെ കൊണ്ടൊരു നിങ്ങൾക്കും കൂടെ ഒരു സൗകര്യമായിട്ട് എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളൊന്ന് ഓപ്പൺ ആക്കിക്കോട്ടെ. ഇതാണ് നമ്മുടെ ഒരു ഡെയിലി വ്യൂ. എടുത്തിരിക്കുന്ന അനോട്ടേഷൻസ് ഈ ഒരു വീക്ക് ഡെയിലി വീക്കും ഈ ഒരു ഡെയിലി വീക്കും. ഓക്കെ, സോ കൺഫ്യൂഷൻ ആവില്ല. ആ ഒരു വോളിയം ബാലൻസ് ഞാൻ പണ്ട് മാർക്ക് ചെയ്തത് അത് തന്നെ. ഓക്കെ, സോ വീക്കിലിയിൽ നോക്കുമ്പോൾ വീക്കിലി ഓപ്പൺ ആയി ഓൾമോസ്റ്റ് ആ ഒരു വീക്കിലി ഈ ഒരു വീക്കിലിൻ്റെ ഇതിൻ്റെ 0.25 ഈ ഒരു വീക്കിൻ്റെ ഓൾമോസ്റ്റ് 0.5 വരെ വന്നു അല്ലേ. ഗുഡ്, റിയലി ഗുഡ്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. സോ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഓക്കെ, സോ ഈ ഒരു വീക്കിൻ്റെ ആദ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്കിതിനും കളഞ്ഞേക്കാം, നമുക്കിതിനി ഒത്തിരി വേണ്ട. ഓക്കെ, ഓക്കെ. അതിൻ്റെ ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ എടുത്തിരിക്കുന്ന അനോട്ടേഷനിൽ കണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് സാധനം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഓക്കെ. സോ ഓക്കെ, ഞാൻ ഡയറക്റ്റ്ലി അവർലി ചാർട്ടിലേക്ക് പോകാം. ഓക്കെ, സോ ഐ തിങ്ക് ഇതിൻ്റെ ആവശ്യത്തിൽ കൂടുതൽ ഞാൻ ഇരുന്നോട്ടല്ലേ, കുഴപ്പമില്ല. ഇതിനകത്ത് എനിക്ക് ആ പോയിന്റർ കിട്ടത്തില്ല, അതാണ് ഒരു കാര്യം. അന്നെങ്കിൽ ആരോ മാത്രമേ ഉള്ളൂ. എനിക്ക് മറ്റേ ആ ഹൈലൈറ്റ് കിട്ടത്തില്ല. അത് നല്ലൊരു സാധനമായിരുന്നു. ഓക്കെ, സോ സാരമില്ല. ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാളെ തൊട്ടോ അടുത്ത ദിവസം അങ്ങനെ ഡെയിലി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓപ്പണായി. ഇതാണല്ലേ പ്രീവിയസ് ഡേ. ഈ പ്രീവിയസ് ഡേന്റെ അവിടം വരെ അതിനത് എടുത്തില്ല. നമ്മൾ അതിന്റെ പകരം ആ ഒരു ഡെയിലി വോളിയം ബാലൻസിന്റെ അവിടം വരെ പോയിട്ട് തിരിച്ചു കയറി ഹൈ എടുത്ത് പ്രീവിയസ് ഡേന്റെ. ഓക്കെ, സോ എനിക്ക് ഈ ആഴ്ച ഈ ഒരു ബൈസൈറ്റ് എടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ഇതെടുത്തിട്ട് ഇതും എടുക്കണമെന്നുണ്ട്. എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ താഴെ പോകണം. അതാണ് നോക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ എന്തൊരു ഊമ്പിയ ദിവസങ്ങള്, നാശം. സോ going to an hourly chart. 4 hour വേണമെങ്കിൽ പോവാം.
പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ വീക്കിലി ഓപ്പണിംഗ് ഗ്യാപ്പ് ഉണ്ട്, ഞാനത് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കട്ടെ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് അവർലിയിലാണ് ശരിക്കും മാർക്ക് ചെയ്യേണ്ടത്, എന്നാലേ അതൊരു പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, ആ വീക്കിലി ഓപ്പണിംഗ് ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫൈൻ. സോ പിന്നെ അവർലൈനാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. മാർക്കറ്റ് 6:30 ഇവിടെ ഓപ്പണായി, ലണ്ടൻ സെക്ഷൻ ഇവിടെ തുടങ്ങി. ഓക്കെ, ഫൈൻ. മണ്ടയ്ക്കോട്ടേക്ക് പോയി ഒരു ഫെയർവാല്യൂ ഗ്യാപ്സ് അതിന്റെ ഇൻവേഷൻ ഇവിടെ ആക്കി. ആ ഒരു അപ്പൊ ഇതൊരു ചെറിയ BPR റേഞ്ച് ആവത്തില്ലേ അവർലിയിൽ? BPR റേഞ്ചിൽ വന്നു, നേരെ താഴെ പോയി. ആ ഒരു എന്താ പറയുന്നേ, ഏഷ്യൻ ലോസ് എടുത്തു. എന്നിട്ട് ചെറിയ 1 hour ഉണ്ട്, സാരമില്ല. എന്നിട്ട് അങ്ങനെ അതവിടെ ലണ്ടനിലോ ക്രിയേറ്റ് ചെയ്തു, ഇതിവിടെ ലണ്ടൻ ഹൈയും ക്രിയേറ്റ് ചെയ്തു, ഫൈൻ. ഓക്കെ, സോ ഇത് ഇങ്ങനെ അവിടെ ലണ്ടൻ ഹൈ ക്രിയേറ്റ് ചെയ്തു, വെരിഫൈ. ഇതാ 12 മണി കറക്റ്റ് ഇവിടെ നോക്കാം കേട്ടോ. അതിന്റെ എന്താ പറഞ്ഞ വെർട്ടിക്കൽ ലൈൻ കറക്റ്റ്, അതായത് ഹൊറിസോണ്ടൽ മാറുന്നേ ഉള്ളൂ, പക്ഷെ വെർട്ടിക്കൽ ടൈം കറക്റ്റ് ടൈമേ കാണിക്കും. ഓക്കെ, ആ ഒരു ലണ്ടൻ ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, രണ്ടോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഒരു ചെറിയ അക്യുമുലേഷൻ വരും. നമ്മള് എന്ത് ചെയ്ത 7 മണിക്ക് മാർക്കറ്റ് ഓപ്പണായി, ഇവിടുന്ന് ഓപ്പണായി നേരെ പോയി ലണ്ടൻ ഹൈ എടുത്തു. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലേ ലണ്ടൻ ഹൈ, അത് എടുത്തിട്ടില്ല, അവിടെ അസംബ്ലി തന്നിട്ടുണ്ട്, റൈറ്റ്? അതായത് ഇതും ഇതും മനസ്സിലായല്ലോ, ആ ഒരു അസംബ്ലി തന്നു. നമ്മൾ അവിടുന്ന് നേരെ പോയി ഒരു ചെറിയൊരു ബൈ സൈഡ്, എന്താ പ്രീവിയസ് ക്യാൻഡിലിന്റെ ചെറിയൊരു സെൽ സൈഡ് എടുത്തായിരുന്നു അവിടെ. ഓക്കെ, ഞാനത് കാണിക്കാം. സെൽ സൈഡ് പിന്നെ 8 മണിയായി, പിന്നെ നല്ലൊരു ഇതൊക്കെ തന്നു. 9 മണി, ഇന്നാലും നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയാം, മിഡ് നൈറ്റ് ഓപ്പണിംഗ് മാർക്ക് അവിടെ രണ്ടാണ്ടോ ഇവിടെ എല്ലാം ഉണ്ട്, പേടിക്കൊന്നും വേണ്ട. ഈ 8 മണിക്ക് പിന്നെ ഒരു പുള്ളപ്പ് തന്നു, താഴോട്ട് പോയി അടിച്ചു. ഓക്കെ, so I think I will take a photo. Just a minute, bomb. Just ഡിലീറ്റ് ചെയ്തോട്ടെ, അത് എടുത്തിട്ടോളാം. അത് ഒരു സെക്കൻഡ്. അത് ഇന്നലത്തെ അല്ല, പക്ഷെ മിനിഞ്ഞാന്നത്തെ ആണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഇത് 20 ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു. ഫ്രൈഡേത്തെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പാണത്. ഓക്കെ, ഫൈൻ. സോ ഡ്യൂ ടു എന്താ പറയുന്നത്, ഇവിടെ ക്ലിയർ വ്യൂവിന് വേണ്ടിയാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഈ ഒരു ചെറിയ സൈഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ലണ്ടൻ ഹൈ വന്നു, ഒരു അസംബ്ലി വന്നു, നേരെ പോയി ആ ഒരു ചെറിയ മൈനർ ബൈ സൈഡ് എടുത്തു. മൈനർ ബൈ സൈഡ് ഇങ്ങനെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ ഒന്ന് ഒരു പോക്ക് പോയി അവിടം വരെ, പിന്നെ അടിച്ച് താരെ പോയി, താരോട്ട് തന്നെ പോയി, കണ്ടില്ലേ? താരെ പോയി. എന്നിട്ട് ഈ ഒരു 3 നിങ്ങൾ കാണണ, എന്താ ദൈവം,
അതായത് ഈ ഒരു മൂവ് ഉണ്ടല്ലോ എനിക്ക് ഓൾമോസ്റ്റ് 200 പോയിന്റിന്റെ ഒരു 5 മിനിറ്റ് തോന്നുന്നു അത് നടന്നു. ഓക്കെ, സോ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവിടുത്തെ കാര്യം പറയട്ടെ, എന്നിട്ട് അങ്ങോട്ട് പോകും. സോ ഒരു SMD എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലായത് റൈറ്റ്. സോ ഇതിന്റെ പടം നമ്മൾ എടുത്തോ 50 മിനിറ്റിന്റെ? ഇല്ല, 50 മിനിറ്റിന്റെ എടുത്തില്ല. സോ 50 മിനിറ്റിന്റെ ഒരു പടം എടുത്ത് വെക്കാം. ഓക്കെ, ആ ഒരു ചെറിയ ഷർട്ട് എടുത്ത് പിന്നെ ഒരു ചെറിയ ഫുൾ ബാഗ് തന്നു. ആ ഹൈ എടുത്തില്ല പിന്നെ ഫൈൻ. ഓക്കെ, ഇനി 5 മിനിറ്റ് വലുതായിട്ടൊന്നും ഇല്ല. ഞാൻ ഡയറക്റ്റ്ലി 1 അവറിലോട്ട് 1 മിനിറ്റിലോട്ട് പോവാം. ഓക്കെ, സോ ഈ ഒരു ലോ ഉണ്ട്, ഈ ഒരു റിലേറ്റീവ് ലോസ് ഉണ്ട് റൈറ്റ്. സോ ഫൈൻ, സാരം ഞാൻ ഈ ഒരു ലോ എടുത്തു. ഓക്കെ, ഇപ്പൊ തൽക്കാലത്ത്. സോ 5 മിനിറ്റ് വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത് വേണമെങ്കിൽ എടുത്ത് വെച്ചേക്കാം. ഫൈൻ. ഓക്കെ, സോ ഞാൻ ഇനി 1 മിനിറ്റിൽ വേറെ പോവാണ്. എന്നാലും ഇച്ചിരി കൂടെ എനിക്ക് കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഞാനെന്താ കളഞ്ഞെന്ന് തോന്നുന്നു. എന്നാലും ദേഷ്യം വന്നു. ഞാനിന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ഓക്കെ, സോ അതാണ് എനിക്ക് ഇച്ചിരി പെർഫെക്റ്റ് ട്രേഡ്. ഒരു ട്രേഡ് എനിക്ക് നല്ലൊരു ആർ എടുക്കായിരുന്നു, അറിയാം. ഞാൻ ഇന്നലെ ഇച്ചിരി വന്ന കൂട്ടുകാരുടെ ഒക്കെ ഇച്ചിരി കളിച്ചും ചിരിച്ചുമൊക്കെ ഇരിക്കായിരുന്നു. അപ്പൊ ഇച്ചിരി ലേറ്റ് ആയി. ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ടൈം എന്തോ ആയി, അതായത് 7:17 ആയി. എന്തോ ഫ്രണ്ട് വന്നിരുന്നില്ല, ഞാൻ അനാലിസിസ് ഒന്നും തുടങ്ങിയില്ല ഇന്നലത്തേക്ക്. ജസ്റ്റ് ഫ്രണ്ട് വന്നിരുന്നപ്പോ ഈ ഒരു സമയം അനാലിസിസൊക്കെ ചെയ്തു ഒന്നും വാങ്ങാത്തൊരു. ഇന്നലെ ഞാൻ ഇച്ചിരി നേരത്തെ ഇരിക്കാൻ ഞാൻ എന്നോട് പറഞ്ഞു. സങ്കടമായി. ഓക്കെ ഓക്കെ, ഇപ്പം അത് ആ കാര്യം വിട്ടിട്ട് ആ ഒരു മൈനർ ബൈസൈഡിൽ എടുത്തല്ലോ. അപ്പൊ അതിവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫെയർ വാല്യൂ ഓഫ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാണെന്ത് നമ്മുടെ ഫ്രീ മാർക്കറ്റിന്റെ ഫസ്റ്റ് സെന്റർ. ഓക്കെ, 7 മണി ഇവിടുന്ന് എന്തോ തുടങ്ങി പോയി. ഇവിടെ എടുത്തും ഒന്നുമില്ല. പക്ഷെ ഇവിടെ എടുത്തപ്പോ എന്ത് പറ്റി? 5% ഫെയർ വാല്യൂ പോയി. അത് പോയി എന്ത് ചെയ്തു? ലണ്ടൻ ഹൈ എടുത്തു. അവിടെ ഒരു SMT തന്നു. ഈ ഒരു റിലേറ്റീവ് ലോസ് ഉണ്ട് ഇവിടെ. ടാർഗറ്റ് ആയിട്ട് വെക്കാം. SMT ഉണ്ട്, ലണ്ടൻ ഹൈ എടുത്തു, എല്ലാം ഉണ്ട് ബേസിക്കലി. ഓക്കെ, സർ താരോട്ട് വരുന്നു. എന്ത് അതിന്റെ താരെ ക്ലോസ് ആയി. എൻട്രി സ്റ്റോപ്പ് ലോസ് ഇരിക്കാൻ എന്നെ മണ്ടയ്ക്ക് വെക്കാം. അവിടെ വെച്ചാൽ മതി. അതിന്റെ മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഊഹിക്കാനാണ്. ഓക്കെ, അതിന്റെ മണ്ടയ്ക്ക് വെക്കാം. ടാർഗറ്റ് ഈ ഒരു റിലേറ്റീവ് ലോസ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 15 പിപ്പ് എന്തോ 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഞാൻ കണ്ടില്ല, ഇത് എടുക്കണ്ടായിരുന്നു. അതാ ലൈഫ് ഒരു ഇങ്ങനെയാണ് ബേസിക്കലി.
ആ, ഞാൻ മനസ്സിലായെന്ന് തോന്നുന്നു ആ ഒരു ഇതിന്റെ. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഒരു 3 hour കിട്ടുമെന്ന് തോന്നുന്നു. 3 hour, 3 hour എബോവ് കിട്ടും. നല്ല നല്ലൊരു ഫ്ലോ ഓഫ് എൻട്രി ആയിരുന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ ആ സാധനം പോയി ഇത് എടുക്കേണ്ടതിന് വരും. SMB നേരെ പോയി എന്ത് പറ്റി? ലണ്ടനിലോ എടുത്തു. ഓക്കെ, സോ അതെനിക്ക് തോന്നുന്നു മനസ്സിലായി നിങ്ങൾക്ക്. പിന്നെ വേറെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഈ ഫസ്റ്റ് പെർസെന്റ് ഫെബ്രുവരി ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. അയ്യോ, എന്തായാലും പൊട്ടത്തരം ചെയ്ത എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് പിന്നെ ഒരു എൻട്രി നോക്കി. ഓക്കെ, താഴോട്ട്. പക്ഷെ ഇതെനിക്ക് അത്ര ഒരു ഇത് എന്താന്ന് വെച്ചാ കാണിച്ചു തരാം. ഓക്കെ, 5 മിനിറ്റില് ഫസ്റ്റ് പെർസെന്റ് ഫെബ്രുവരി പൂരം വന്നു. എന്നിട്ട് ഈ ഒരു പച്ച ക്യാൻഡിൽ ഫെബ്രുവരി പോയി. എന്നിട്ട് എന്ത് ചെയ്തു? സ്ട്രക്ചർ താഴോട്ട് വന്നു. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഞാൻ വൺ സെറ്റ് ചെയ്ത് ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു. ഓൾമോസ്റ്റ് ഇതിന്റെ മണ്ടയ്ക്ക് ഒരു സെറ്റ് കിട്ടും. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കാണാം ഈ ഒരു ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഇതാക്കും. എന്ത് ചെയ്തു? ഇതിന്റെ ഈ ഈ 7:40 കണ്ടോ? അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ചാർട്ട് നോക്കണേ. എന്റെ മൗസ് പോയിട്ട് വെച്ചേക്കുന്ന റൈറ്റ് അല്ല, ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഇതിന്റെ വിക്കിന്റെ അവിടെ വന്നിട്ട് നല്ലൊരു മൂവ്മെന്റ് തരാൻ തുടങ്ങി. ഞാനൊക്കെ ഇവിടുന്ന് ഒഴിവാക്കിയ. പിന്നെ പിന്നെ ഒരു നല്ലൊരു ടൈം ആയിരുന്നു ഈ ഒരു ടൈം. ഓക്കെ, സോ ഈ ഫെബ്രുവരി ഞാൻ ഇനി യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, കാരണം 9 മണി കഴിയാറായി. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടിപൊളി ഒരു എൻട്രി ഇവിടെ എടുക്കാമായിരുന്നു. ഇതൊരു മാക്രോ ടൈമിന്റെ എത്തി. ഓക്കെ, ആ ഒരു മാക്രോ ടൈമിൽ എത്തി. അത് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും. ഈ ഹൈപ്പർ എടുത്തിട്ടില്ലല്ലോ. ഫൈൻ.
അതും എടുത്തിട്ടില്ല ഫൈനലിൽ വരെ മാക്രോ ടൈമിൽ ഒരു ലോ ഉണ്ടാക്കി ഒരു ഇൻവേഷൻ ഫെയർ വാല്യൂ വന്നു. ഇതിന് താരെ ക്ലോസ് ആയി ആ ഒരു ഇൻവേഷൻ ഫെയർ വാല്യൂ വന്നു. താരോട്ട് തന്നെ പോകുന്നു. സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അവിടെ ഫെയർ വാല്യൂ ഉണ്ടാക്കി. ഈ ഫെയർ വാല്യൂ കണ്ടോ? അതായത് ഈ ഒരു ഫെയർ വാല്യൂ അവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഓൾമോസ്റ്റ് ഇതിന് മണ്ടയ്ക്കോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഇട്ടാരും കുഴപ്പമില്ല. പക്ഷെ ഇതിന് മണ്ടയ്ക്കൊക്കെ ഇട്ടാൽ മതി. കാരണം ഇതിന് മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ പോകും. അതായത് ഇങ്ങനെ ഓൾമോസ്റ്റ് അങ്ങനെ. ഇപ്പൊ ലണ്ടനിൽ വന്നിട്ടല്ല ഈ എരുമണിന്റെ ലോ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അത് മിസ് ചെയ്തു. ഓക്കെ ഫൈൻ. രണ്ട് കഴിഞ്ഞിട്ട് ഒരു ഓർഡർ പ്രോഗ്രാം കൺസിഡർ ചെയ്തു. അവിടെ നിന്ന് എടുക്കാം. പക്ഷേ അത് കഴിച്ചിട്ട് ഈ 5% പരിപാടിക്ക് കയറുമ്പോൾ എടുക്കും. പിന്നെ എടുത്ത് നേരെ താരം ഇവിടെ മാർക്കറ്റ് ഓപ്പണായി. എന്നിട്ട് താരോട്ട് പോയി. താരോട്ട് പോയി ആ ഒരു വോളിയം ബാലൻസ് ഞാൻ ഡെയിലി കാണിച്ചില്ലേ തുടക്കത്തിൽ കണ്ടില്ലെങ്കിൽ ബാക്കിലോട്ട് പോയി നോക്കുക. അവിടം വരെ പോയി. എന്നിട്ട് ഇടാ ഇടാ ഒരു 5 മിനിറ്റിലാണ് ഇതെടുത്ത്. 1, 2, 3, 4, 5, 6, 7 മിനിറ്റിലെല്ലാം എടുത്ത് കഴിഞ്ഞു. 200 സംതിങ് പോയിന്റ്. ഇതിങ്ങനെ പളവളവളന്ന് വന്നൊരു സാധനമാണ് ഒറ്റ അടിച്ചത് കൊണ്ടുപോയത്. ആ 7 മണിന്റെ ലോ എടുത്തു. വേറെ എന്തെടുത്തു? ആ 7 മണിന്റെ ലോ എടുത്തു. ലണ്ടൻ ലോ എടുത്തു. പ്രീവിയസ് ഡേ ലോ എടുത്തു. പ്രീവിയസ് ഡേ ലോ എടുത്തു. ഞാൻ പിന്നെ വേറൊരു സംഭവം ഇവിടെ മാർക്ക് ചെയ്തായിരുന്നല്ലോ. ചെറിയ ഒരു ട്രേഡിങ് ആറ്. അതുകൊണ്ട് ഞാനത് അത്ര എടുക്കാൻ ഓക്കെ. സോ ഓക്കെ. ബട്ട് എന്ത് പറ്റുന്ന വെച്ചാൽ എല്ലാ ലോ എടുത്തു. ഞാനെപ്പോഴും വിചാരിക്കുന്നത് എന്തുവാ റിലേറ്റീവ് ലോസ് എടുക്കാൻ പോകും. കാരണം ഇപ്പോൾ ഉള്ള ബൈ സൈഡ് എല്ലാം എടുത്തു. ഞാൻ എന്നിട്ട് പൊട്ടന്റെ വിട്ട്. ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്താൽ ശരിയാണ്. എന്താ ഇത്? പക്ഷെ അത് ഞാൻ ഈ ആ ഒരു 5 മിനിറ്റ് ഒരു ബ്ലോക്കിന്റെ റിയാക്ഷൻ കിട്ടിയപ്പോൾ ഇന്നത് ഒരു പകുതി ചെറിയൊരു പ്രോഫിറ്റ് 10-30 ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്തു. അത്രേ ഉള്ളൂ. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത്ര അടുത്ത് വരെ വന്ന് കടന്നുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളിതൊക്കെ എടുത്തു. നമ്മളവിടെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ലോ ഓർ ഓപ്പണിംഗ് ഓഫ് ദാറ്റ് എന്താ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ അവിടെ ടച്ച് ചെയ്തു. അതായത് ഒരു ക്യാൻഡിഡേറ്റ് പോലും ഒന്നാമത്തെ തവണ രണ്ടാമത്തെ ടച്ച് ചെയ്ത്, രണ്ടാമത്തെ തവണ ടച്ച് ചെയ്ത്, മൂന്നാമത്തെ തവണ ടച്ച് ചെയ്തിട്ട് പോയി. ഞാൻ പറഞ്ഞു 3 തവണ കൂടുതൽ അത് നിൽക്കരുത്. അത്രേ ഉള്ളൂ. നേരെ പടപടപടാന്ന് പോയി. കണ്ടില്ലേ? നേരെ ഒരു എൻട്രി മോഡലും ഇല്ല എനിക്കവിടെ. ഒന്നുമില്ല എനിക്കവിടെ. എനിക്കത് എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എന്തായാലും നമ്മൾ എന്തായാലും ചെയ്യണേ. അപ്പം ഞാൻ ഇത് ആ ഫസ്റ്റ് പെർസെന്റ് പരിപാടിക്ക് ആദ്യം കഴിയും. പക്ഷെ ഞാനത് വിട്ടിട്ട് ഈ ഒരു എന്തായാലും എടുത്തത് കൊണ്ട് ഇത് ഫസ്റ്റ് പെർസെന്റ് പരിപാടിക്ക്. അപ്പോൾ ഓക്കെ. സോ ഇതെന്താ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഓപ്പണിംഗ് ഗ്യാപ്പ് കണ്ടില്ലേ? നിങ്ങൾക്ക് ചെറിയ ഹൈ ഫോം നോക്കാണ്ടോ? അതെടുത്തത് കൊണ്ടാണ് ഞാൻ ഇത് എടുക്കാൻ കാരണം. പക്ഷെ 1 മിനിറ്റ് ആക്കി. ഓക്കെ. മണ്ടയ്ക്ക് ചെന്നു. ആ ഒരു ഞാൻ പറഞ്ഞ ഡെയിലിന്റെ ആ ഒരു
മിഡ് പോയിന്റ് വരെ വന്ന് 2 തവണ ഇത് ടച്ച് ചെയ്തു. എന്നിട്ട് താരോട്ട് വന്ന് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. കാണിച്ചു തരാം. ഓക്കെ, ഇത് ഈ ഒരു 1 മിനിറ്റിന്റെ ഈ ഒരു കുന്തമാണെന്ത്, ഈ ഒരു 1 മിനിറ്റിന്റെ ഈ ഒരു ടൗൺ കോസ്റ്റ് ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആണ് 30 സെക്കൻഡിൽ. ഈ ഒരു സാധനം അത് എന്ത് ചെയ്തു, ഇതിന് താരെ ക്ലോസ് ആയി, ഇതിന് താരെ പോയത് ക്ലോസ് ആയി, നല്ലൊരു ക്ലോസിങ് കിട്ടി. നെക്സ്റ്റ് ക്യാൻഡില് അത് അവിടെ എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു എൻട്രി എടുത്തു. സപ്പോസ് ഞാൻ എനിക്ക് ഇതിന്റെ മണ്ടയ്ക്ക് എന്തോ ഇട്ടത്, അതായത് ആൾമോസ്റ്റ് ഞാൻ ഇവിടുന്ന് എന്തോ എടുത്തു, 30 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടു. ഞാൻ ടാർഗറ്റ് ആ താരെ ഒരു സാധനം തന്നെയാണ് ഇട്ടത്. ഓക്കെ ഫൈൻ. അവിടെ നിന്ന് എടുത്തു, അത് കുറച്ചൊക്കെ താരോട്ട് വന്നു. ഈ ഒരു ഫെറാറി എന്തുകൊണ്ട് വർക്കായിരുന്നു ഇപ്പോഴും അറിയത്തില്ല. അവിടെ നിന്ന് എടുത്തു, പിന്നെന്ത് ചെയ്തു, ഇതിന് താരെ ക്ലോസ് ആയതിനു ശേഷം താരെ ക്ലോസ് ആയില്ലേ, എന്നിട്ട് ഈ ഒരു 1 മിനിറ്റ് എടുത്തു. ആ ഒരു ക്യാൻഡിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞത് ഇതിന്റെ താരെ ക്ലോസ് ആയി. ഈ ഒരു പച്ച ക്യാൻഡിൽ ഉണ്ടോ 9:50, ഇത് എടുക്കാൻ കാരണം മനസ്സിലായല്ലോ, 9:50-നും 10-നും എന്തൊരു നാറുകളാണെന്നറിയോ ഈ ഒക്കെ ഒരു ടൈമിന്. എന്നിട്ട് ആ കണ്ടിന്യൂഷൻ കണ്ടില്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു കുറച്ച് പൊസിഷൻ. എന്നിട്ട് ഇത് 1ാമത്തെ തവണ, 2ാമത്തെ തവണ, 3ാമത്തെ തവണ ഞാൻ ഉള്ളിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് താഴോട്ട് പോകാൻ തുടങ്ങി. എന്നിട്ട് ഇതെല്ലാം നിങ്ങൾ നോക്കണം, ഞാൻ 8:30 മിഡ് നൈറ്റ് ഓപ്പണിംഗ് മണ്ടയ്ക്ക് തന്നെയാണ് ഞാൻ 2 ട്രേഡ് 3 ട്രേഡ്സ് എടുത്തത്. ഓക്കെ, സോ എന്നിട്ട് താരോട്ട് പോയി ഇത് ഇവിടം വരെയായിട്ട് ഒരു മാതിരി കാണിക്കാൻ തുടങ്ങി. ഇച്ചിരിയും കൂടെ ഒന്ന് താരോട്ട് പോയായിരുന്നു എന്ത് നല്ലതായിരുന്നു അറിയാം. എന്നിട്ട് ചെത്തപ്പോ എനിക്ക് മനസ്സിലായി ഈ ഒരു ഫെബ്രുവരി ക്യാപ്പ് എനിക്ക് ഓപ്പൺ ആയി കിടക്കണമായിരുന്നു. അത് ഇൻവേഴ്സിനായിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തു. ഒത്തിരി സങ്കടമായി, സീരിയസ് ആയിട്ട് വേണം, ഒത്തിരി സങ്കടമായിരിക്കും. അത് എല്ലാം എനിക്ക് ആദ്യത്തെ ഈ ഒരു ട്രേഡ് മിസ്സായി. ഇവിടുത്തെ ഞാൻ എടുത്തില്ല, എന്നിട്ട് ഇവിടെ കയറി രൂപ ട്രേഡാണ് എടുത്തത്. അത് മായിര് ഒന്നുമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് എന്തോ ക്ലോസ് ആയിട്ട് പിന്നെ വെയിറ്റ് ചെയ്തു എന്തെങ്കിലും നടക്കുന്നുണ്ടോ നോക്കാൻ. ഇതിന് മണ്ടയ്ക്കൊക്കെ പോയി. നിങ്ങൾ ഈ ഒരു കറുത്ത ക്യാൻഡിലുണ്ടോ, ഈ ഒരു കറുത്ത ക്യാൻഡിൽ, എൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യും. ഞാൻ വിചാരിച്ചു ഈ ഒരു സർവേറ്റിക്കപ്പം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ബോഡിയിൽ എന്തെങ്കിലും ടച്ചിട്ട് തിരിച്ചു കയറി പോവായിരിക്കാം. പക്ഷെ അങ്ങനെ കയറിപ്പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അടുത്ത മണ്ട തിരിച്ചു എന്ത് ഈ ഒരു ഫെബ്രുവരിക്കപ്പം ഇന്ന് അടുത്ത എൻട്രി ഞാൻ താരോട്ട് എടുത്തു. അതായത് ഈ ഒരു ഫസ്റ്റ് പെർസെന്റ് അടിയുന്നു. ഓക്കെ, ഇവിടെ എന്താണ് സെല്ല് ഇട്ടത്. പക്ഷെ എനിക്ക് ആ 30 സെക്കൻഡ് എന്തോ തോന്നുന്നു, കാരണം ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പുഷ് താരോട്ട് വരുന്നില്ല. ഞാൻ ഈ അവിടെ പോയതിനു ശേഷം എല്ലാ ക്യാൻഡിലും മണ്ടയ്ക്ക് തന്നെയാണ് ക്ലോസ് ആവുന്നത്. പിന്നെ ഞാൻ അത് വേറെ ബേസിക്കലി ഞാൻ ഇതിനു മുന്നേ മറ്റേ ഒരു 2 ട്രേഡ് എടുത്തായിരുന്നു. അതായത് ഒരെണ്ണം ടേസ്റ്റേരും ഒരെണ്ണം മണ്ടയിലും. അത് രണ്ടും മെസ്സല്ലായിരുന്നു. എനിക്കൊരു $300 ലോസിലായിരുന്നു ഞാൻ ആക്ച്വലി. ഓക്കെ, അങ്ങനെ എന്നിട്ടാണ് ഇന്നലെ ഞാൻ ഈ ട്രേഡ് എടുത്തത്. എന്ത് നല്ല ദിവസം എന്നറിയുന്നല്ലേ. എന്നിട്ട് എല്ലാം ഓർമ്മിച്ചു, പൊട്ടിക്കോടടാ. പക്ഷേ ഇങ്ങനെ പൊട്ടല്ല, അത്രേ ഉള്ളൂ. ഇത് നല്ല പ്രോഫിറ്റ് ഉണ്ട്, കാരണം ഇത്ര റേറ്റ് ഈക്വൽ ലോസ് ആണ് ഇവിടെ കിടക്കുന്നത്. കാണാൻ പറ്റത്തില്ല. നെറ്റ് എന്റെ നെറ്റ് ഇടാ. ഓക്കെ,
ഓക്കെ. ഈ ലോസ് കണ്ടില്ലേ, ഈ റിലേറ്റീവ് ലോസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു സെക്കൻഡ് ഗൈസ്. നമ്മളിവിടുത്തെ പേജിലെ ഒരു മുമ്പിയ നെറ്റ് കണ്ടോ, കാണ്ടിപ്പോ അങ്ങോട്ട് ഓണാക്കുമ്പോ ഉള്ള ഒരു പവർ. അതാണ് എന്ത് കണ്ടോ? ഈ ഒരു റിലേറ്റീവ് ലോസ് എടുക്കുമോ ഞാൻ ഒത്തിരി വിചാരിച്ചു. കാരണം അങ്ങനെ എന്തും നല്ലതായിട്ട് പോയാനെന്നറിയായിരുന്നു. അതായത് ഇത്ര പെട്ടെന്ന് തയ്യാറാക്കി ഇച്ചിരി പതുക്കെയാണെങ്കിൽ എനിക്ക് ധാരോട്ട് വന്നാൽ മതി. എക്സിക്യൂഷൻസ് കാണിച്ചു തരാം. പറഞ്ഞിട്ട് ആദ്യം അത് അവിടെ നിന്ന് എടുത്തു. 3 ലോട്ട് അവിടെ ഷോട്ട് ചെയ്തു. ഒരു 2 ലോട്ട് ഈ ഒരു സർവൈവൽക്ക് ഇവിടെ ഷോട്ട് ചെയ്തു. പിന്നെ ഒരു ലോട്ട് ഇവിടെ ഷോട്ട് ചെയ്തു. പിന്നെ ഞാൻ തോന്നി എനിക്ക് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇവിടെ ഷോട്ട് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. ഇതായിരുന്നു ഇന്നലത്തെ എൻ്റെ ട്രേഡ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു എന്താ പറയുന്നത്, ഓർഡർ ബ്ലോക്ക് ചെയ്ത് ആ മണ്ടയ്ക്കോട്ടേക്കുള്ള എൻട്രി എടുക്കുന്നത് ബെസ്റ്റാണ്. അത് പറയുന്നത് ബെസ്റ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ താരം എന്റെ എസ്എൽ ഇട്ടാൽ മതി. ഇതിന്റെ താരം ഇട്ടാം. പിന്നെ കാരണം ഇത് നല്ലൊരു ട്രേഡാണ്. എന്നിട്ട് എന്താണ്, നമുക്ക് പ്രീവിയസ് ഡേ ഹൈ ഒക്കെ അവിടെ ഉണ്ട്. അതൊക്കെ പതുക്കെ പോയി എടുത്തായിരുന്നു. അല്ലോ, എടുത്തില്ല. എടുത്ത എനിക്ക് ഇല്ല, എടുത്തില്ല. ഇതല്ല ശരിക്കും പ്രീവിയസ് ഡേ ഹൈ. ഡെയിലി എനിക്ക് എടുത്ത തോന്നുന്നില്ല. ഞാൻ ആ പ്രീവിയസ് ഡേ ഹൈ ആണ് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഇതുമല്ലായിരിക്കും. അതുകൊണ്ട് പ്രീവിയസ് ഡേ ഹൈ ഇതല്ലേ. ഞാൻ പ്രീവിയസ് ഡേ ഹൈ ഇട്ടേക്കുന്ന അതിന്റെ മുന്നത്തെ ദിവസത്തെ ശരി. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈ ഒക്കെ എടുത്തു. അത്ര നല്ലതായിരുന്നു. ഏകദേശം നല്ല ട്രേഡ്സ് ആയിരുന്നു അവിടെ കിട്ടിയത്. മണ്ടയ്ക്കോട്ട് എടുക്കായിരുന്നു. എന്തെങ്കിലും വേണ ഒരു ആ ഓപ്പണിംഗ് ഗ്യാപ്പിന്റെ അവിടുന്ന് എല്ലാം ഒരു ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായില്ല. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ചെയ്ത് ഇവിടെ വരുമ്പോ ഇങ്ങനെ എടുക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, 46 പോയിന്റ് ഓൾമോസ്റ്റ് 3 to 4 hour കിട്ടും. ഇതല്ല, ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ 0.5 ഇറങ്ങാൻ പറ്റുമെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് 3.8 കിട്ടും. I think you got some information from this video. എന്റെ ലൈഫ് ഇങ്ങനെയാണ് ഗൈസ്, സീരിയസ് ആയിട്ട് പറയാം. അതായത് ഓമ്പിക്കാനാണെങ്കിൽ ചില ടൈമിലൊക്കെ സങ്കടം തോന്നും. സന്തോഷമൊന്നും അങ്ങനെ തോന്നാറില്ല കേട്ടോ. എനിക്കൊരു എന്താ, നമ്മൾ ഇത്ര നാൾ കഷ്ടപ്പെട്ട് എൻ്റെ ഒരു എന്താ പറയുക, എനിക്കൊരു ഇങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു വിഷമമുണ്ട്, സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട് എനിക്ക് അതൊക്കെ ആ കാര്യത്തിൽ. ഇത്ര നാൾ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ 2 വർഷത്തിൽ കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക്. സ്റ്റിൽ ഞാനൊരു ഒരു രൂപ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നത്തെ ഇങ്ങനെ പിന്നെ ഓമ്പിക്കുമ്പോൾ എത്ര സങ്കടമാവും അറിയാം. ലൈക്ക് ഇല്ലാതായി പോകും നമ്മളെ ഞാനൊക്കെ. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.
I think അത്രേ ഉള്ളൂ. Okay, fine. So നല്ല previous day high. Okay. ഇനി നമ്മള് കുറച്ച് ദിവസത്തേക്ക് ബുള്ളിഷ് ആണ്. ഓക്കെ, സോ ഇതൊരു സെൽഫ് കിടക്കണം. ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്ത് ഒരു സ്ഥലം പോലെ എനിക്ക് കിടക്കണമല്ലോ. പിന്നെ എന്റെ ടാർഗറ്റ് വരുന്നത് ഈ ഒരു പൈസ ഇടാണ്. ഒരു ഇന്നോ അടുത്ത ആഴ്ചത്തേക്കുള്ളിലോ നടക്കുന്നുണ്ടെന്നാണ് പേടിക്കണ്ട. ഞാൻ ഇങ്ങനെയാണ് ബേസിക്കലി ട്രേഡ് ചെയ്യാറ്. ഓക്കെ, സോ ഇച്ചിരി ഇച്ചിരിയും കൂടി ഇങ്ങനെ ഉണ്ട്. ഇവിടെ രണ്ട് 5 മിനിറ്റ് ഇടും. 5 മിനിറ്റ് ഓർ 15 മിനിറ്റ്. ഇവിടെ ഞാൻ 1 മിനിറ്റിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. കാരണം ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനാണ്. ഇവിടെ തരും സപ്പോർട്ടിങ് ആയിട്ട് എക്സ്റ്റെൻറ്റ് എന്തെങ്കിലും തരുന്നുണ്ടോ. സോ 2 ദിവസം മുമ്പ് 2 ട്രേഡ് എടുത്തെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ 7 ട്രേഡ് ലോസ് ആയിരുന്നു, 4 ട്രേഡ് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ബട്ട് ഓക്കെ ഫൈൻ. ഇത് രണ്ടെണ്ണം പൊട്ടി, ഇതും പൊട്ടി, ഇതും പൊട്ടി. ഓൾമോസ്റ്റ് $300 അങ്ങനെ പോയായിരുന്നു. ആ $300 ഇവിടെ കിട്ടി. ഓൾമോസ്റ്റ് സാരമില്ല. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ ഗൈസ്. വേറെ ആയിട്ടൊന്നും ഇല്ല. ഓക്കെ, സോ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഇന്നത്തേക്കുള്ള ഇതിനകത്ത് തന്നേക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കയറി നോക്കാം. ഓക്കെ ഫൈൻ. I think that's all for the video, guys. Thanks for watching my video. Hope you will find something good from my video. Okay, so that's all for the day, guys. See you in the next video. Bye.